ഹലോ ഹായ് ഇന്ന് എരുന്ത് വെച്ചിട്ടുള്ള ഒരു തോട് കറിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എരുന്തെല്ലാം നല്ല കഴുകി ക്ലീനാക്കി ഇനി ഒന്ന് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇതിനെ കക്ക എന്ന് പറയാറുണ്ട്. നമ്മളെ ഏരിയയിലൊക്കെ എരുന്ത് എന്ന് പറയാറ്. ഇനി എല്ലാ എരുന്തൊന്ന് വായ തുറന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി വെച്ച് നമ്മൾ സാധാ വറുത്തെടുക്കുന്ന രീതി. ഇനി ഇത് അരച്ചെടുക്കാൻ നമ്മൾ എരുന്ത് പുഴുങ്ങിയെടുത്ത വെള്ളം വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അരച്ചത് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് അരി എടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ അരി ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ട് നമ്മുടെ എരുന്തിലേക്ക് ചേർക്കാം. എരുന്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരി വറുത്തത് പൊടിച്ചത് ചേർക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരുന്ത് കിട്ടിയാൽ ഈ രീതിക്ക് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ എരുന്ത് വെച്ചിട്ടുള്ള തോടുകറി തയ്യാർ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്.